നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് വ്യക്തമായിക്കൊണ്ട് AICC നേതൃത്വം കൃത്യമായി രാഷ്ട്രപതിക്ക് കത്തയക്കുകയാണ്. അതായത് രാജ്യ തലസ്ഥാനം ഒരു ബോംബ് സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ഞെട്ടിവിറയ്ക്കുമ്പോൾ 13 നിരപരാധികളുടെ ജീവൻ നിഷ്കരണം പൊലിയുമ്പോൾ രാജ്യത്തിന്റെ ഹൃദയം ചോരയൊലിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായും അദ്ദേഹം നാട് വിട്ട് ഭൂട്ടാൻ രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് തൻ്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും വേദനയ്ക്കും നൽകുന്ന പ്രാധാന്യം എന്തുമാത്രമെന്ന് ഈ ഒരൊറ്റ സന്ദർഭം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. 13 പേർ കൊല്ലപ്പെട്ടു, പല കുടുംബങ്ങളും അനാഥരായി, പ്രിയപ്പെട്ടവർ കണ്ണീരിലാണ്ടു. ഒന്ന് ആലോചിക്കണം, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള ഒരു സവിശേഷതയുള്ള സ്ഥലം, ചരിത്ര പ്രസക്തിയുള്ള സ്ഥലം. ചെങ്കോട്ടയുടെ മുമ്പിൽ ഒരു കരിയല അനങ്ങണമെങ്കിൽ SPG കമാൻഡോകളുടെ കണ്ണിൽ ഇമ വെട്ടണം. അത്ര സസൂക്ഷ്മം സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി? വലിയ സുരക്ഷാ വീഴ്ചയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ അലംഭാവമാണിത്. വലിയ തോതിൽ വോട്ട് അട്ടിമറിക്ക് വേണ്ടിയും ഇലക്ഷൻ കമ്മീഷനെ ചാക്കിട്ട് പിടിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ മറക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ മറക്കുന്നു. വലിയ രീതിയിൽ ഓരോ സംസ്ഥാനത്തും വളഞ്ഞ വഴിയിൽ കൂടി അധികാരത്തിൽ എങ്ങനെ എത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്ത് എങ്ങനെ സ്ഥിരമായി അധികാരത്തിലിരിക്കുക, ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കുക, അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെ ജനാധിപത്യ ധ്വംസനത്തിന് തയ്യാറായി നിൽക്കുന്നു. അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ രാജ്യം വിടുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. രാജ്യം കത്തുമ്പോൾ വീണ വായിച്ച നീരോയെ പോലെ, നീരോ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. ആ ഒരു സാഹചര്യത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ആ സാഹചര്യം പുനരാവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണാണ് മോദിയുടെ ഈ ഭൂട്ടാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് പ്രഥമ ദൃഷ്ട്യാൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇത് സ്ഥിരീകരിക്കപ്പെടുന്നതും അല്ലാത്തതുമായ വാർത്തകൾ രണ്ട് പക്ഷമുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ പല രീതിയിലും പടച്ചുവിടുന്നുണ്ട്. ഏതായാലും ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം, ഇൻഫിൽട്രേഷൻ, പുൽവാമ ഭീകരാക്രമണത്തിലും അതുപോലെ തന്നെ വലിയ തോതിൽ കശ്മീരിലെ ഗാന്ദർബൻ വനമേഖലകളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ വന്നതാണ്. നിരവധി സാഹചര്യങ്ങളിൽ നമുക്കറിയാമല്ലോ, പുൽവാമ ഭീകരാക്രമണം മാത്രമല്ല, ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴും രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു BJPയുടെ അവസരവാദ നയങ്ങളെ.